അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ക്വസ്റ്റ്യൻ നമ്പർ 18 വീണ്ടും ഫണ്ടമെൻ്റൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് സൊല്യൂഷൻസ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻസ് ഓഫ് ദി ഇക്വേഷൻ x² + 3x + 2 ഈക്വൽ ടു മിനിമം ഓഫ് മോഡുലസ് ഓഫ് x - 3 മോഡുലസ് ഓഫ് x + 2. അപ്പോൾ ഇവിടെ LHSലൊരു ഫംഗ്ഷൻ ഉണ്ട്, RHSലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ രണ്ടും ഈക്വൽ ആവണം. അതിൻ്റെ റിയൽ സൊല്യൂഷനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ LHSൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു, RHSൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നു. രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് നമ്മുടെ സൊല്യൂഷൻ. അങ്ങനെ എത്ര സൊല്യൂഷൻസ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ LHSൻ്റെയും RHSൻ്റെയും ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ LHS നോക്കുകയാണെന്നുണ്ടെങ്കിൽ x² + 3x + 2, x² + 3x + 2. x² + 3x + 2 എന്ന് പറഞ്ഞാൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. x² + 3x + 2 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിലായിരിക്കും അത് x ആക്സിസ്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ അതിൻ്റെ ലീഡിങ് കോഎഫിഷ്യൻ്റ് നോക്കുക, അത് പോസിറ്റീവാണ്. അപ്പോൾ കോൺകേവ് അപ്വേർഡ്സ് ആയിരിക്കും. ഇനി അതിൻ്റെ റൂട്ട്സ് എന്തായിരിക്കും? റൂട്ട്സ് -1ഉം -2 ആയിരിക്കും. അതിൻ്റെ റൂട്ട്സ് -1ഉം -2 ആയിരിക്കും. അപ്പോൾ x² + 3x + 2ൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും പോവുക. ഇങ്ങനെ പോകുന്നൊരു ഗ്രാഫ്, കോൺകേവ് അപ്വേർഡ്സ്. എക്സ് ആക്സസിന് അത് -2ലും -1ലും മീറ്റ് ചെയ്യും. ഇതാണ് x² + 3x + 2ൻ്റെ ഗ്രാഫ്. x² + 3x + 2ൻ്റെ ഗ്രാഫ് അതാണ്. ഇനി നമ്മൾ RHSൻ്റെ ഗ്രാഫ് വരക്കുന്നു. മിനിമം ഓഫ് മോഡുലസ് ഓഫ് x - 3 ആൻഡ് മോഡുലസ് ഓഫ് x + 2. മോഡുലസ് ഓഫ് x - 3യും മോഡുലസ് ഓഫ് x + 2. നമുക്ക് എക്സിൽ നമ്മൾ മോഡുലസ് ഓഫ് x - 3 വരക്കുന്നു, മോഡുലസ് ഓഫ് x + 2 വരക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിലേതാണോ മിനിമം അതാണ് LHS. അപ്പോൾ മോഡുലസ് ഓഫ് x - 3 എന്ന് പറഞ്ഞാൽ ഈ വി ഷേപ്പ്ഡ് ഗ്രാഫ്, മോഡ് x എന്ന് പറഞ്ഞാൽ വി ഷേപ്പ്ഡ് ഗ്രാഫ് അറ്റ് x = 0. മോഡുലസ് ഓഫ് x - 3 എന്ന് പറഞ്ഞാൽ വി ഷേപ്പ്ഡ് ഗ്രാഫ് അറ്റ് x = 3. മോഡുലസ് ഓഫ് x + 2 എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു വി ഷേപ്പ്ഡ് ഗ്രാഫ് അറ്റ് x = -2. ഓക്കെ, അറ്റ് x = -2. ഇനി ഇതിൽ രണ്ടിലും ഏതാണ് മിനിമം? ഏതായിരിക്കും മിനിമം? മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈറ്റ് കുറവ് ഏതാണോ അതാണ് മിനിമം. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇതാണ് മിനിമം, ഇവിടെയൊക്കെ ഇതാണ് മിനിമം, ഇവിടെ ഇതാണ് മിനിമം, ഇവിടെ ഇതാണ് മിനിമം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ആണ് മിനിമം. ഈ രണ്ട് ഗ്രാഫിൻ്റെയും മിനിമം ആയിട്ട് വരുന്നത് ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതാണ് LHSൻ്റെ ഗ്രാഫ്. ഈ വൈറ്റ് മാർക്ക് ചെയ്ത മിനിമം പാർട്സ്, ഏറ്റവും കുറവുള്ള മിനിമം പാർട്സ് ആണ്. ആ മിനിമം നമ്മൾ ഇവിടെ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ LHS വരച്ച ഈ ഗ്രാഫിലേക്ക് നമ്മൾ RHSൻ്റെ ഗ്രാഫ് വരക്കുന്നു. അപ്പോൾ അത് മീറ്റ് ചെയ്യേണ്ട പോയിൻ്റ് ഒന്ന് -2 ആണ് ഇവിടെ, പിന്നെ 3. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് വരക്കുകയാണെന്നുണ്ടെങ്കിൽ -2 ഇങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ ഒറിജിൻ വരെ വരുന്നു. ഒറിജിൻ അല്ല, എക്സ് ആക്സിസിനെ മീറ്റ് ചെയ്യുന്നു കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ഇനി എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുന്ന എവിടെയാണെന്നുള്ളത്, എക്സ് ആക്സിനെ മീറ്റ് ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് എന്തായിരിക്കും? ഇതെന്താണ്? ഈ ഗ്രാഫ് ഏതാണ്? മോഡുലസ് ഓഫ് x + 2 = 0 ആണ്. അപ്പോൾ എക്സിന് 0 കൊടുക്കുമ്പോൾ y 2 ആയിരിക്കും. അപ്പോൾ 2ലാണ് മീറ്റ് ചെയ്യുക. ഇനി നമ്മുടെ ഈ ഗ്രാഫോ, ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ അതും 2ലാണ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ ഇവിടെ തന്നെ മുട്ടും. അവിടെ തന്നെ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. രണ്ട് ഗ്രാഫും കൂടി ഒരേ സ്ഥലത്താണ് y ആക്സിന് ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഇനി ഈ ഗ്രാഫ് ഇങ്ങനെ താഴോട്ടിറങ്ങി ഇങ്ങനെ മേലോട്ട് പോവും. താഴോട്ടിറങ്ങി ഇത് പിന്നെ അങ്ങ് മേലോട്ട് പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഓക്കെ, ഇവിടെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉള്ള എന്താണെന്ന് വെച്ചാൽ, മിസ്റ്റേക്ക് അല്ല, നമ്മുടെ ഈ ഗ്രാഫ് വരച്ചത് ഈ രണ്ട് ഗ്രാഫും കൂടി എവിടെയാണ് മീറ്റ് ചെയ്യുക? മോഡുലസ് ഓഫ് x - 3യും മോഡുലസ് ഓഫ് x + 2ഉം എവിടെയാണ് മീറ്റ് ചെയ്യുക? ഈ മീറ്റിംഗ് പോയിൻ്റ് കറക്റ്റ് ഒറിജിൻ അല്ല. മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് അറിയാൻ x + 2 = 3 - x നോക്കിയാൽ മതി. x + 2 = 3 - x, കാരണം ഒന്ന് ഇതിൻ്റെ അപ്പുറത്തല്ലേ. അപ്പോൾ 2x = 1, x = 1/2ലാണ് മീറ്റ് ചെയ്യുക. x = 1/2ലാണ് ഇത് മീറ്റ് ചെയ്യുക. ഒറിജിനലല്ല, 1/2ലാണ് മീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഗ്രാഫ്
ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് ഇവിടെ 1/2 മീറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങുക, പിന്നെ ഇങ്ങനെ പോകും. ഓക്കെ, 1/2 മീറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുക, പിന്നെ അങ്ങോട്ട് പോകും. അപ്പോൾ ഇപ്പോൾ 2 ഗ്രാഫും വരച്ചു. ഈ 2 ഗ്രാഫും വരച്ച് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻസ് എത്രയുണ്ട്? ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, 2 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ 2 സൊല്യൂഷൻസ് ആണുള്ളത്. 2 പോയിൻറ്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് 2 സൊല്യൂഷൻസ് ആണുള്ളത്. അപ്പോൾ 2 ആണ് ആൻസർ. ഓപ്ഷൻ 1 2 ഈസ് ദി ആൻസർ. ഫണ്ടമെൻ്റൽസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. LHSലും RHSലും ഓരോ ഫംഗ്ഷൻ, അതിൻ്റെ നമ്പർ ഓഫ് റിയൽ സൊല്യൂഷൻ ചോദിച്ചു. 2 ഭാഗത്തിൻ്റെയും ഗ്രാഫ് വരയ്ക്കുക, ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സ് എത്ര ഉണ്ടെന്ന് നോക്കുക, അതാണ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്.